ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന നീതി മെഡിക്കൽ സ്റ്റോറിനെതിരെ ഉയർത്തുന്ന ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഹൈറേഞ്ച് മേഖലാ സഹകരണ ആശുപത്രി ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിന്റെ പൂർണ്ണ അനുമതിയോടും എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിച്ചു വരുന്നത്. 24 മണിക്കൂറും രോഗികൾക്ക് ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിനെ സ്വകാര്യ സ്ഥാപനമാക്കി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും ഹൈറേഞ്ച് മേഖലാ സഹകരണ ആശുപത്രി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ രാത്രി 9-ന് ശേഷം രോഗികൾക്ക് മരുന്ന് കിട്ടുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറിൽ ഏത് സമയത്തും മരുന്നുകൾ ലഭ്യമാണെന്നും 80 ലക്ഷത്തിലധികം രൂപ സർക്കാരിൽ നിന്നും കിട്ടാനുള്ളപ്പോഴും പ്രതിസന്ധി വകവയ്ക്കാതെ സേവനം തുടരുന്നത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ടാണെന്നും രാഷ്ട്രീയ പകപോക്കലാണ് ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയമായും നിയമപരമായി നേരിടുമെന്നും ഹൈറേഞ്ച് മേഖല സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU ബിനു, മാനേജിംഗ് ഡയറക്ടർ സജി തടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ ആശുപത്രിയുടെ നീതി മെഡിക്കൽ സ്റ്റോറിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ, തെറ്റായ വാർത്തകൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തു നിന്നും തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്താ സമ്മേളനം നടത്തപ്പെടുന്നത്. നീതി മെഡിക്കൽ സ്റ്റോർ ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസിൽപ്പെട്ടവർക്കും 1 വയസ്സ് വരെയുള്ള ശിശുക്കൾക്കും ഗർഭിണികളായി ഉള്ള സ്ത്രീകൾക്കും അതുപോലെ പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കുമുള്ള ഗവൺമെന്റിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള ആ ഇൻഷുറൻസിൽ കിടപ്പ് രോഗികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫാർമസികളിൽ ഇല്ലാത്ത മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്ത സ്ഥാപനമാണ്. ഔദ്യോഗികമായി ഇടുക്കി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ആശുപത്രി വികസന സമിതി എംപാനൽ ചെയ്ത സ്ഥാപനമാണ് നീതി മെഡിക്കൽ സ്റ്റോർ അവിടെ പ്രവർത്തിക്കുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.